യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മരണത്തോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയ ശിഷ്യ സമൂഹത്തിൽ നിന്ന് 2 പേര് അകന്ന് ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ്. യാത്രക്കിടയിൽ യേശുവിനെ കണ്ടുമുട്ടുന്നു. തിരിച്ചറിയുന്നില്ലെങ്കിലും അവിടുത്തെ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. പിന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ രാത്രിയിൽ വിശ്രമിക്കാനിരുന്നതാണ്. ആ വിശ്രമം പോലും വേണ്ടെന്ന് വെച്ച് തിരികെ പോവുകയാണ്. ഏത് സമൂഹത്തിൽ നിന്നാണോ അവർ അകന്നു പോയത് ആ സമൂഹത്തിലേക്ക് തന്നെ തിരികെ എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മീയ ജീവിതം, ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. നാമും പ്രലോഭനത്തിൽപ്പെട്ടോ പാപത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ തീക്ഷ്ണത കുറവുകൊണ്ടോ ഒക്കെ ആത്മീയതയിൽ അധപതനങ്ങൾ സംഭവിക്കാം. അവിടെ വെച്ച് നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്നു. യേശുവിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നു. അങ്ങനെ വരുമ്പോൾ യേശുവിൻ്റെ പക്കലേക്ക് വീണ്ടും തിരികെ പോകാൻ നമുക്ക് സാധിക്കണം. ഹൃദയം ജ്വലിച്ച് യേശുവിനെ തിരിച്ചറിയുമ്പോൾ തിരികെ പോക്ക് നാളത്തേക്കോ പിന്നൊരു ദിവസത്തേക്കോ മാറ്റിവെക്കാതെ ആ ക്ഷണത്തിൽ തന്നെ നടത്തിയാലാണ് ആത്മീയതയിൽ ആഴപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ മാനസികമായിട്ടെങ്കിലും നമ്മൾ അകന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ തിരികെ പോകാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ആത്മീയതയിൽ വളരാൻ ഉയരാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.